بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായ ചില പ്രത്യേകമായ കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമുക്ക് ഇഹലോകത്തും പരലോകത്തും അള്ളാഹുവിൻ്റെ രക്ഷ നമുക്കുണ്ടാകണമല്ലോ. ഈ ലോകത്തും ഉണ്ടാകണം, പരലോകത്തും ഉണ്ടാകണം. ഈ ലോകം എന്ന് വെച്ചാൽ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ രക്ഷ, ശരിയായ രക്ഷ നമുക്ക് കിട്ടണം എന്നുള്ള കാര്യത്തിൽ ഒരു നിർബന്ധമില്ല. കാരണം എന്ന് വെച്ചാൽ ദുനിയാവ് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആഖിറത്തിൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. ദുനിയാവ് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടണം. കാര്യം എന്ന് പറയുന്നത് ദുനിയാവിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പോക്കുകൾ. നമ്മുടെ കൃഷിതലം ദുനിയാവാണ്. അപ്പോൾ കൃഷിതലം നശിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ബുദ്ധിമുട്ടിലെത്തും. അപ്പോൾ ദുനിയാവെന്ന് പറയുന്നത്, ദുനിയാവിൽ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിനെ നല്ലതുപോലെ ആരാധിക്കുകയും നമ്മുടെ മനസ്സുകൊണ്ട് റബ്ബിലേക്ക് ലയിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിത നിലവാരം ദുനിയാവിൽ നല്ല രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും. അങ്ങനെ അതുകൊണ്ടാണല്ലോ പറയുന്നത്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. അപ്പോൾ ദുനിയാവിലെ ജീവിതം, ദുനിയാവിലെ കുടുംബജീവിതം ഐശ്വര്യ സമ്പൂർണമായ ഒരു രീതിയിൽ കൂടി ഒരാളിന് കിട്ടണം, ഒരു കുടുംബനാഥന് കിട്ടണം. അത് അത്യാവശ്യമായ കാര്യമാണ്. അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ ജോലിയിലും നമ്മളെ മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും ശുദ്ധീകരണങ്ങൾ ഉണ്ടായിരിക്കണം. ആ ശുദ്ധീകരണത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിത നിലവാരം അങ്ങ് മെച്ചപ്പെടുത്തി തരും. അത് മെച്ചപ്പെടുത്തി തരുന്നതിനനുസരിച്ച് നമ്മൾ ആഖിറത്തിലേക്കുള്ള കാര്യം പ്രത്യേകമായിട്ട് നമ്മളത് ഇതോടൊപ്പം അങ്ങ് ചെയ്യുകയും വേണം. എന്തെന്ന് പറഞ്ഞാൽ നമസ്കാരം നമ്മൾ ഒഴിവാക്കരുത്. നമ്മൾ 5 നേരം കറക്റ്റായിട്ട് നമസ്കരിക്കുക വേണം. നിർബന്ധമായിട്ടും നിസ്കരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് സക്കാത്ത് കൊടുക്കണം, ധർമ്മം കൊടുക്കണം, നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ജനങ്ങൾക്ക് വേണ്ടി ഗുണകരമായ കാര്യങ്ങൾ ചെയ്യണം. അനാവശ്യമായ നടപടികളിലേക്ക് നമ്മൾ പോകരുത്. ദുഷിച്ച പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യരുത്. സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ അലങ്കരിക്കണം. കാരണം നമ്മൾ ഈ ലോകത്ത് നിന്ന് അങ്ങ് യാത്രയായി കഴിഞ്ഞാൽ ആഖിറം എന്ന് പറയുന്നതായ ഒരു ലോകമുണ്ടല്ലോ. ഈ ആഖിറം എന്ന് പറയുന്നതായ ഈ ലോകം കാലാകാല ജീവിതമാണ്. അവിടെ എന്നും നമ്മൾ 30 വയസ്സുകാരാണ്. അവിടെ നമ്മൾ എന്നേക്കും നല്ലതുപോലെ ജീവിക്കണമെങ്കിൽ ദുനിയാവിലെ ജീവിതം നല്ല രീതിയിൽ നമ്മൾ സൽക്കർമ്മങ്ങളെ കൊണ്ട് നമ്മൾ അലങ്കരിച്ചെങ്കിലേ ആഖിറത്തിലെ ജീവിതത്തിൽ സുഖസൗഭാഗ്യമായ എല്ലാ വർഷങ്ങളും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ, ഈ ലോകത്ത് വെച്ച് തന്നെ അള്ളാഹു നമ്മളെ മരിപ്പിക്കുമ്പോൾ, നമ്മളെ സമയമങ്ങാകു കഴിയുമ്പോൾ, നമ്മളെ മരിപ്പിക്കുമ്പോൾ നമുക്ക് ഈമാനോടുകൂടി മരിക്കുന്നതിനുള്ളൊരവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരണം. നമുക്ക് ഈമാൻ കിട്ടിയില്ല എങ്കിൽ, അതായത് മുസ്ലിമായി നമ്മൾ മരിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതം പരാജയത്തിലെത്തുകയാണ്. അങ്ങനെ മുസ്ലിമായി മരിക്കുകയും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ നമ്മളെ ആക്കുകയും ചെയ്താൽ നമ്മളെ ജീവിതം പരിപൂർണമായി തീരുന്നതാണ്. അപ്പോൾ ദുനിയാവും ആഖിറവും നമുക്ക് എളുപ്പമായി തന്നെ കിട്ടണം. നമുക്കെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്കല്ല, ഒരു കുടുംബത്തിൽ ഒരു കുടുംബനാഥൻ ഉണ്ടെങ്കിൽ ആ കുടുംബനാഥൻ്റെ കീഴിൽ ആരൊക്കെ ജീവിക്കുന്നുണ്ടോ അവർക്കെല്ലാം കിട്ടണം. അതുമാത്രമല്ല, അവിടെ കൊണ്ടും തീരുന്നില്ല, ലോക മുസ്ലിമീങ്ങളെല്ലാവർക്കും ഇതിലെ ഗുണം കിട്ടട്ടെ. മുസ്ലിമായി തന്നെ മരിക്കാനുള്ള അവസരങ്ങൾ അവർക്കെല്ലാവർക്കും അള്ളാഹു കൊടുക്കട്ടെ. ഈ ലോകത്തും പരലോകത്തും എല്ലാവിധ ഗുണവും ഐശ്വര്യവും അത്തരം ആൾക്കാർക്ക് നമുക്കും അള്ളാഹു തരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഈ ഭാഗം അങ്ങ് നിർത്തുന്നു. അതിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഞാൻ ചൊല്ലുന്നു. ഈ ഖുർആൻ എന്ന് പറയുന്നത് ഒരു 11 പ്രാവശ്യം ഒരു ദിവസം നിങ്ങൾ ചെല്ലണം. 11 പ്രാവശ്യം ചെല്ലിയിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. പടച്ച തമ്പുരാനേ, നീ എപ്പോഴാണോ ഞങ്ങളെ മരിപ്പിക്കുന്നത്, നിങ്ങൾ ഈമാനോടുകൂടി നീ മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും ഈ ലോക ജീവിതവും പരലോക ജീവിതവും സമ്പൂർണ്ണമാക്കി തരണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നും തക്കാലം പറഞ്ഞുകൊണ്ട് ഞാനിതാ ഈ ഖുർആൻ ചൊല്ലുന്നു. റബ്ബി അന്ത വലി ഫിദ്ദുനിയാ വൽ ആഖിറതി തവഫനി മുസ്ലിമൻ
والحقني بالصالحين ربي أنت ولي في الدنيا والآخرة توفني مسلما والحقني بالصالحين ربي أنت ولي في الدنيا والآخرة توفني مسلما والحقني بالصالحين എന്ന് നമ്മളൊക്കെ ചെല്ലണം. ചെന്നിട്ട് ഇത് ചൊല്ലിയിട്ട് 11 പ്രാവശ്യം ഒരു ദിവസം ചൊല്ലിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആരക്കുകയും ചെയ്യണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഈ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്നും കൂടി പറയുന്നു. അള്ളാഹുവേ, ഞാൻ ഈ പറഞ്ഞ പരിശുദ്ധമായ ഖുർആൻ ഓതി ഈ പറഞ്ഞ കാര്യങ്ങളിൽ എൻ്റെ ഭാഗത്തു നിന്നും തെറ്റുണ്ടെങ്കിൽ അള്ളാഹുവേ എനിക്ക് പുറത്ത് മാപ്പ് തരണേ എന്ന് കൂടി ഞാൻ ഇതോടൊപ്പം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.